അങ്ങനെ ഇന്ന് നമ്മൾ എയർപോർട്ടിൽ നോമ്പ് തുറക്കാൻ പോവാണ്. അപ്പൊ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയിക്കാൻ നമ്മളിപ്പോൾ മുംബൈ എയർപോർട്ടിലാണ്. ജസ്റ്റ് ഒരു വെള്ളം കുടിച്ചാണ് നോമ്പ് തുറന്നത്. കാരണം ചെക്കിങ്ങിന്റെ അവിടെ നോമ്പ് തുറക്കാൻ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡ് കോർട്ടിൽ എത്തിക്കണം. എന്തായാലും നമുക്ക് കണ്ടറിഞ്ഞ് കഴിക്കാം. അങ്ങനെ പിന്നെ ഒന്നും നോക്കില്ല, മുംബൈത്തെ KFC എങ്ങനെയുണ്ട് നോക്കാം. എന്തായാലും 2000 രൂപേന്റെ ബില്ല് കൈ കിട്ടിക്കണം. നമുക്ക് ഫുഡ് എങ്ങനെയുണ്ട് നോക്കാം. എന്തായാലും 5 മിനിറ്റ് കൊണ്ട് സാധനം കൈ കിട്ടിക്കണം. പിന്നെ ഒന്നും നോക്കില്ല, ഞാനൊരു സൈഡിൽ നിന്ന് തുടങ്ങി നോമ്പ് തുറന്നിട്ടേ ആകെ വിശന്ന് തെറിക്കുന്നു. അത് വിങ്സ് ആയി കണ്ടും ബർഗർ ആയി കണ്ടും സ്ട്രിപ്സ് ആയി കണ്ടും പിന്നെ ഒരു ചോക്കലവ കേക്കും പെപ്സിയും. എന്തായാലും നിങ്ങൾ പറഞ്ഞ് കൊതിപ്പിക്കണില്ല. എന്തായാലും നമ്മളാള് ഫുഡ് കഴിച്ചപ്പോൾ റീചാർജ് ചെയ്യാൻ നിൽക്കുന്നു. കൊടുന്ന ബിസ്റ്റി പരിപ്പല്ലാതെ കുട്ടിക്ക് വേറെ ഒന്നും കഴിക്കാനേ. അങ്ങനെ പിന്നെ നമ്മള് സ്ഥിരം പരിപാടി വെറുതെ തിരിക്കണ്ട, ഈ എയർപോർട്ടൊക്കെ ഒന്ന് ചുറ്റി കറങ്ങായിരുന്നു. കാരണം നമുക്ക് കുറച്ച് സമയം ഫ്ലൈറ്റ് വരാൻ. ഈ എയർപോർട്ടിൽ വന്ന് നിങ്ങൾക്ക് കാണാനുള്ള മെയിൻ ആയിട്ട് കണ്ട ഈ ചുമരുമുള്ള കലകളാണ്. പിന്നെ ഫ്ലൈറ്റ് വരെ ഗേറ്റിന്റെ അവിടെ പോയിരുന്നു. എന്നിട്ട് ഒരു സമാധാനം കിട്ടില്ല, കുറച്ചും കൂടി സമയമുണ്ട്. അങ്ങനെ പിന്നെ കുറെ ഫ്ലൈറ്റ് ഇറങ്ങണു, കുറെ ഫ്ലൈറ്റ് പൊന്തുന്നു, അതിനെ കണ്ടു തിരിക്കുന്നത്. അങ്ങനെ പിന്നെ അവിടെ കുറച്ചേരും കൂടി ഇൻവെസ്റ്റിഗേഷൻ ചെയ്തപ്പോൾ എയർപോർട്ടിലുള്ള ഒരു ഗാർഡൻ കണ്ടു. പിന്നെ അവിടെ കുത്തിരി 4-5 ഫോട്ടോ 2-3 വീഡിയോ എടുത്തപ്പോഴത്തേക്കും നമുക്ക് ഫ്ലൈറ്റ് ആകാൻ സമയം. അപ്പൊ ശരി, ഇത്തവണെങ്കിലും ഒരു വിൻഡോ സീറ്റ് കിട്ടിയാൽ മതി. ഞാൻ മാത്രം വ്ളോഗ് ചെയ്യണേ. ഇത് കണ്ടില്ലേ, 2-3 ആൾക്കാർ നമ്മളെ കമ്പനിക്ക് ഉണ്ട്. പിന്നെ പയ പോലെ ഇപ്പൊ ഫ്ലൈറ്റ് കയറണമെങ്കിൽ റേഷൻ വീടിക്ക് ക്യൂ ഉണ്ട്. അങ്ങനെ പിന്നെ നമ്മുടെ സീറ്റിലിരുന്ന്. പക്ഷെ എത്തവണയും നമുക്ക് നടു സീറ്റ് തന്നെ. വീണ്ടും ഇപ്പഴത്തെ ഒരു ബായിനെ കിട്ടിക്കണം. ആളൊരു പാവയെന്ന് ആ വീഡിയോ പറഞ്ഞ അപ്പോൾ വിൻഡോന്റെ അവിടെ സൈഡ് ആയിട്ട്. പക്ഷെ ഏറ്റവും ബാക്കത്തെ സീറ്റിനാണ് ഏറ്റവും എക്സ്പേസ് ഇല്ലാത്ത ഒരു കാര്യം ഇപ്പൊ മനസ്സിലായി. അപ്പൊ ശരി, എന്തായാലും ഗൾഫിൽ എത്തിയിട്ട് അങ്ങനെ പിന്നെ അൽഹംദുലില്ലാ സൗദിയിലെത്തി. നമ്മളെ സാധനം എടുത്ത് നമ്മൾ നേരെ പുറത്തിറങ്ങി. പിന്നെ കാക്കുപ്പി അൽബേക്കേറ്റ് വന്നിക്കണേ. വാക്കാൻ പറയണ്ടല്ലോ, നിമിഷം കൊണ്ട് നമ്മൾ സൈഡായി കൊടുത്തു. ഇങ്ങനെയൊക്കെയല്ലേ നമ്മളെ കൂടെ സഹിച്ചാൻ കഴിയുള്ളൂ. അപ്പൊ ശരി, നമുക്ക് കുറച്ച് സൗദിത്തെ വ്ളോഗ്സ് കാണാം.